നമസ്കാരം. ഞാൻ ഡി ജോയ്ക്കുട്ടി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീഷണർ. മനം തകർന്നവർക്ക് സൗഖ്യമായി ഒരു വിശുദ്ധ, അതാണ് വിശുദ്ധ ഡിഫ്ന. വിശുദ്ധ ഡിഫ്നയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അയർലൻഡിലെ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 15 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം പിതാവിൻ്റെ കരങ്ങളാൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട് വിശുദ്ധ പദവി കൈക്കൊണ്ടു. സ്വന്തം പിതാവ് ഒരു രാജാവായിരുന്നു. അതായത് ഡിഫ്നയുടെ മാതാവ് ഭക്തയായ ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. വളരെ ആദ്യത്തിൽ തന്നെ ഡിഫ്നയുടെ ജനനത്തെ ശേഷം അമ്മ മരിച്ചുപോയി. സുന്ദരിയായ ഭാര്യയുടെ അകാല വിയോഗം ഈ പിതാവിനെ അധികം വേദനിപ്പിച്ചു. അദ്ദേഹം നിരാശയിലാണ്ടു. സേവകർ നിർബന്ധിച്ച് ഒരു പുതിയ വിവാഹം നയിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. മരണപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം, അതേപോലെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടുപിടിക്കുവാനായിട്ട് സേവകർ ലോകമെങ്ങും അലഞ്ഞു. പക്ഷെ കണ്ടെത്താനായില്ല. അവസാനം സേവകർ നിർദ്ദേശിച്ചു, സുന്ദരിയായ മകളെ തന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. പിതാവ് അതിന് അനുസരിച്ച് മകളോട് ഈ അനുവാദം ചോദിക്കുകയാണ്. മകൾ അത് നിഷേധിക്കുകയായിരുന്നു. മകൾ തൻ്റെ കുമ്പസാരക്കാരനായ ഗരാബർണസ് എന്ന ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം, അതേപോലെ ഏതാനും വിശ്വസ്തരായ സേവകരോടൊപ്പം ബെൽജിയത്തിലേക്ക് നാട് വിട്ടുപോവുകയാണ്, ഓടിപ്പോവുകയാണ്. ബെൽജിയത്തിലെ ഗീൽ എന്ന ഗ്രാമത്തിൽ അവരെത്തിച്ചേർന്നു. അവിടെ കയ്യിലുള്ള കാശുകൾ കൊണ്ട് അവർ ഒരു ആശുപത്രി സ്ഥാപിച്ചു. ഗ്രാമീണർക്ക് സഹായമായി മാറി. നാട് വിട്ടുപോയ മകളെയെ, അതേപോലെ കുമ്പസാരക്കാരനായ അച്ഛനെയും തിരക്കി ധാരാളം സേവകർ ലോകമെങ്ങും അന്വേഷിച്ചു. പക്ഷേ അവസാനം അവർ ബെൽജിയത്തിലെ ഡിഫ്നയെയും ഫാദർ ഗരാബർണസിനെയും കണ്ടെത്തുകയായിരുന്നു. ഇതറിഞ്ഞ രാജാവ് അവിടെ എത്തി മകളോട് തിരിച്ച് അയർലൻഡിലേക്ക് പോകുവാനായിട്ട് ആവശ്യപ്പെട്ടു. പിതാവിൻ്റെ സമ്മതത്തിനൊന്നും വഴങ്ങപ്പെടാതെ ആ മകള് നിന്നപ്പോൾ ഗരാബർണസിനെ സേവകരെ കൊണ്ട് ഈ പിതാവ് ശിരച്ഛേദം ചെയ്യിപ്പിച്ചു. മകളുടെ ശിരച്ഛേദവും നടത്തുവാനായിട്ട് സേവകരോട് പറഞ്ഞുവെങ്കിലും അവർക്ക് അതിന് മനസ്സുണ്ടായില്ല. ഈ പിതാവ് തൻ്റെ അരയിൽ നിന്ന് വാളൂരി ഈ ഡിഫ്നയുടെ ശിരച്ഛേദം നടത്തി. 2 മൃതദേഹങ്ങളും ഗ്രാമത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ കിടന്നു. ദിവസങ്ങൾ ഗ്രാമീണർ ഈ 2 ശവശരീരങ്ങളും അടുത്തുള്ള ഒരു ഗുഹയിൽ സംസ്കരിച്ചു. ആ സംസ്കരിച്ച ആ ഗുഹയുടെ മുന്നിൽ കടന്നു വന്നവർക്ക് ഭയങ്കരമായ വലിയ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ ലോകമെമ്പാടുമുള്ളവർ വിശുദ്ധ ഡിഫ്നയുടെ ആ കുടീരത്തിലേക്ക് എത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഗീൽ എന്ന ഗ്രാമത്തിലെ വിശുദ്ധ ഡിഫ്നയുടെ നാമധേയത്തിലെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. ലോകമെങ്ങും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അപസ്മാരത്താൽ വലഞ്ഞുന്നവർ, മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആ ഡിഫ്നയുടെ കബറിടത്തിലേക്ക് വരുവാൻ തുടങ്ങി. ആ വിശുദ്ധയെക്കുറിച്ച് ലോകം എങ്ങും അറിഞ്ഞപ്പോൾ ആ വിശുദ്ധയുടെ പേര്, പ്രശസ്തി വർദ്ധിച്ചു. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ അനവധി മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ലോക ജനസംഖ്യയിലെ 15% ആൾക്കാരും വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ക്യാൻസർ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് ക്യാൻസർ 2-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. മാനസിക വിഷമങ്ങളുള്ള, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇന്ന് 1-ാം സ്ഥാനത്ത് ലോകത്തുള്ളത്. നമുക്കറിയാം, മെൻ്റൽ ഡിസോർഡേഴ്സ് ഇന്ന് അനവധിയാണ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്,
ന്യൂറോമാറ്റിക് ഡിസോർഡേഴ്സ്, ഇങ്ങനെ ഒത്തിരി ഡിസോർഡറുകൾ നമുക്കുണ്ട്. ആ ഓരോന്നിനും അനവധി ഘടകങ്ങളായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുള്ള പ്രശ്നങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് വിശുദ്ധ ഡിഫ്നയോടുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. ഡിഫ്നയുടെ കരങ്ങളിൽ, ഡിഫ്നയുടെ പടങ്ങൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും, പ്രാർത്ഥനയും കിട്ടും. ആ ഡിഫ്നയുടെ കയ്യിൽ ഒരു വാളുണ്ട്, ഒരു കയ്യിൽ ബൈബിളാണ്. വാൾ ധൈര്യത്തിൻ്റെ പ്രതീകമാണ്. ഇത്രമാത്രം ധൈര്യത്തോടെ പോരാടിയ ഒരു 15 വയസ്സുകാരി, അതായത് തൻ്റെ ആ പിതാവിൽ നിന്ന്, പിതാവ് തന്നെ കൊല്ലുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവനെ തിരിക്കാനായിട്ട് ഡിഫ്ന എടുത്ത തീരുമാനം, അതാ ആ ധൈര്യം. വേദപുസ്തകം, ബൈബിൾ, അത് ദൈവത്തെ കൂടെ ചേർത്ത് നിർത്തിയതിൻ്റെ അടയാളമാണ്. ദൈവവചനത്തെ കൂടെ ചേർത്ത് നിർത്തിയതിൻ്റെ അടയാളമാണ് ഡിഫ്ന കാണിച്ചത്. അപ്പോൾ ഇത്രമാത്രം ധൈര്യത്തോടെ മുന്നേറുവാനായിട്ട് ഈ 15 വയസ്സുകാരിക്ക് സാധിക്കുന്നുവെങ്കിൽ, ആ 15 വയസ്സുകാരി നമ്മുടെ മുന്നിൽ കാണിച്ച ആ ധൈര്യം നമ്മളും മാതൃകയായിട്ട് സ്വീകരിക്കണം. ആ 15 വയസ്സുള്ള ആ വിശുദ്ധ ജീവിതം നയിച്ച ഡിഫ്നയോട് നമുക്ക് മധ്യസ്ഥ യാചിക്കാം. നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുവാനായിട്ട്, അതായത് മധ്യസ്ഥം യാചിക്കുവാനായിട്ട് നമ്മൾ കൂട്ടായിട്ട് ഈ വിശുദ്ധ ഡിഫ്നയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം.